പിതാവിനെയും തന്നെയും പരിശുദ്ധാത്മാവിനെയും മനസ്സിലാമേയും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തില് 12 പേരെ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്ന രംഗമാണ്. അവരെ എന്തിനു വേണ്ടി? അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത്. രോഗങ്ങൾ സുഖപ്പെടുത്താൻ, ദൈവരാജ്യം പ്രസംഗിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ അവൻ അവരെ അയച്ചു. പിന്നീട് യാത്രയ്ക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. യാത്രയെക്കുറിച്ച് പണത്തെപ്പറ്റിയോ ആഹാരത്തെപ്പറ്റിയോ അമിതമായിട്ടുള്ള ഉത്കണ്ഠയാകുന്നതിന് വേണ്ട എന്ന് യേശു പറയുന്നു. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്താണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്. നിങ്ങളെ സ്വീകരിക്കാതിരുന്നവർ പട്ടണത്ത് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അപ്പോൾ അപ്പസ്തോലന്മാരെയും സ്ലീഹന്മാരെയും ഒക്കെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും. ഇന്ന് നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച ധീരനായൊരു രക്തസാക്ഷി നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ജസ്റ്റിൻ. പലർക്കും ജസ്റ്റിൻ എന്നുള്ള പേരുണ്ട്. ജസ്റ്റിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. AD 103 മുതൽ 117 വരെയും 167 വരെയും ജീവിച്ച രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ. അദ്ദേഹം മരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയുടെ അദ്ദേഹത്തിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. വിശ്വാസത്തിന്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചത്. റോമൻ പ്രീഫെക്റ്റ് ഓർഡർ കൊടുക്കാനായിട്ട് കാരണം അദ്ദേഹം വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിലനിന്നു എന്നുള്ളതാണ്. വിശുദ്ധ ജസ്റ്റിന്റെ ജീവിതത്തിൽ സമഗ്രത സുഹൃതങ്ങൾ ഉണ്ടായിരുന്നു. സുഹൃതങ്ങള് അഗാധമായ വിജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സമരിയാക്കാരനായിരുന്നു. സമരിയാക്കാരനായ ഈ ജസ്റ്റിൻ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന വിജ്ഞാനങ്ങൾ, തത്വശാസ്ത്രത്തെ പറ്റിയൊക്കെ പഠനം നടത്തി. അവസാനം അങ്ങനെ അദ്ദേഹം പഠിച്ച പുസ്തകങ്ങൾക്കോ തത്വജ്ഞാനത്തിനോ ഒന്നും അദ്ദേഹത്തിന് സംതൃപ്തി കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു അന്വേഷിയായിരുന്നു, വിജ്ഞാനദാഹിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്രൈസ്തവരായിട്ട് പരിചയപ്പെട്ടു. അവർ പറഞ്ഞു, ബൈബിൾ വായിക്കുക, ബൈബിൾ പഠിക്കുക. പല ഗ്രന്ഥങ്ങളും വായിച്ചിട്ടും അന്നുണ്ടായിരുന്ന പല സംഹിതകളും മനസ്സിലാക്കിയിട്ടും സംതൃപ്തി കിട്ടാത്ത ജസ്റ്റിൻ അവസാനം ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ച് അദ്ദേഹം വിശ്വാസത്തിലേക്ക് കടന്നു വരിക. വിശ്വാസത്തിന്റെ ധീരനായൊരു പോരാളിയായി തീരുകയാണ്. അങ്ങനെ വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് 1133 AD മാമോദിസ സ്വീകരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ക്രിസ്തുമത വിശ്വാസിയായി. വിശ്വാസത്തിന്റെ നീതീകരണം എന്ന പേരിൽ അദ്ദേഹം പുസ്തകം എഴുതി. എന്തുകൊണ്ടാണ് കത്തോലിക്ക വിശ്വാസം, ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത്? അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം റോമിൽ ക്രിസ്തുമതം പഠിപ്പിച്ചു. ചക്രവർത്തിയെയും അന്നത്തെ അവിടെയുള്ള പ്രധാനികളെയൊക്കെ വിശ്വാസത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയാണ് പുസ്തകം സമർപ്പിച്ചിരുന്നത്. എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യവിശ്വാസത്തിന്റെ തനിമയും പ്രസക്തിയും എന്താണ്, അതേപ്പറ്റിയൊക്കെ വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം രചിച്ചത്. സമർപ്പണം ചക്രവർത്തിക്കും സെനറ്റിനുമാണ്. രക്തസാക്ഷികളുടെ മാതൃക ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് ആദിമസഭയിലെ ബലിയർപ്പണത്തെ പറ്റി അദ്ദേഹം വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ആദ്യത്തെ പുരാതന രേഖ വിശുദ്ധ ബലിയർപ്പണത്തെ പറ്റി ജസ്റ്റിന്റെ രേഖയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ച ഭവനങ്ങളിൽ ഒന്നിച്ചുകൂടി വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചു. സങ്കീർത്തനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായനയും പഠനവും അതേപറ്റിയുള്ള വിശുദ്ധീകരണവും അന്നത്തെ ബലിയർപ്പണത്തിലുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കാഴ്ചവെപ്പുണ്ട്, ഉദാശാവചനങ്ങളും
കുർബാനയെ പറ്റി പറയുന്നത്, ഞങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കർത്താവിന്റെ ശരീര രക്തങ്ങളായിട്ടാണ്. ആ വിശ്വാസത്തോടു കൂടിയാണ് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഞങ്ങൾ അപ്പവും വീഞ്ഞും സ്വീകരിക്കുന്നത് യേശുവിന്റെ ശരീര രക്തങ്ങളാണ്. ഫാത്തിമ സഭയിലെ വിശ്വാസം അദ്ദേഹം എടുത്തു പറയുകയാണ്. കർത്താവിന്റെ ശരീരവും രക്തമെന്നാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. റോമൻ പീഡത്തിനോട് വിശ്വാസം ത്യജിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താമെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, വിഗ്രഹങ്ങളെ പൂജിക്കില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, വിഗ്രഹങ്ങളെ പൂജിക്കില്ല എന്ന് മറുപടി കൊടുത്തുകൊണ്ട് ജസ്റ്റിൻ രക്തസാക്ഷിയോട് ജസ്റ്റിൻ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന അനുയായികളും രക്തസാക്ഷിയും മകുടം ചൂടുകയാണ്. സന്തോഷത്തോടുകൂടി ക്രിസ്തുവിനു വേണ്ടി ജീവിതം കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്തകളെയും ആശയങ്ങളെയൊക്കെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ നിയന്ത്രിക്കുകയും ക്രമീകരിക്കേണ്ടതുമായിട്ടുണ്ട്. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്തു, അതിനെ ന്യായീകരിച്ചു, നീതീകരിച്ചു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ ശിരച്ഛേദനം ചെയ്തതാണ്. ഇന്ന് കോങ്കോയിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ പറ്റി മാർപ്പാപ്പ മുക്തം രേഖപ്പെടുത്തിയത് വായിക്കുകയുണ്ടായി. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരില് തീവ്രവാദികളാൽ അടുത്ത ദിവസം കൊല്ലപ്പെട്ട കോങ്കോയിലെ ക്രിസ്ത്യാനികള് അവര് രക്തസാക്ഷികളായ ഒരു വിശ്വാസം നിലനിന്നത് കൊണ്ടാണ് ഈ ജസ്റ്റിനൊക്കെ രക്തസാക്ഷിയോട് ചൂടിയതുപോലെ ആ മഹനീയ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിന് വേണ്ടി ജീവൻ ത്യജിക്കാനായിട്ട് സന്നദ്ധരായവരാണ് ആഫ്രിക്കയിലെ കോങ്കോ രാജ്യത്തിൽ അടുത്ത ദിവസം രക്തസാക്ഷികളായിട്ടുള്ള ആളുകൾ. വിശ്വാസം എന്ന് ചോദിച്ചാൽ ആധുനിക ശൈലിയിൽ is a total commitment to the person of Christ. യേശുവിനുള്ള സമ്പൂർണമായ ഒരു സമർപ്പണമാണ് ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രൈസ്തവ വിശ്വാസം യേശുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണമാണെങ്കിൽ നമ്മൾ 12 കൊല്ലം വേദപാഠം പഠിച്ചിട്ട് ഇറങ്ങുമ്പോഴും ആ വിശ്വാസത്തിൽ സ്ഥിരതയോടുകൂടി ധൈര്യത്തോടുകൂടി ഞാൻ യേശുവിൻ്റെതാണ് എന്ന് പറയാനുള്ള ആത്മധൈര്യത്തോടുകൂടി ജീവിതകാലം ജീവിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ആത്മശക്തി പകർന്നു തരിക എന്നുള്ളതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് 12 കൊല്ലം വിശ്വാസപരമായ കാര്യങ്ങള്, ബൈബിളും വിശ്വാസപരമായ സത്യങ്ങളും വിശ്വാസ പ്രമാണവും എല്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ വർഷം മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ യേശുവിൻ്റെതാണ്, ഞങ്ങൾക്ക് ജന്മനാ ലഭിച്ച ക്രൈസ്തവ വിശ്വാസം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കളഞ്ഞു കുളിക്കുകയില്ല. ആ വിശ്വാസത്തിൽ മരണം വരെയും വെള്ളം ചേർക്കാതെ നിലനിൽക്കും എന്നുള്ള ആത്മധൈര്യം നമുക്ക് ലഭിക്കേണ്ടതാണ്. അതിനുള്ള വലിയ മാതൃകകളാണ് ജസ്റ്റിനും രക്തസാക്ഷികളും സഭയുടെ അടുത്തുള്ള ആയിരക്കണക്കിന് രക്തസാക്ഷികൾ, അടുത്ത ദിവസം കോങ്കോയിലെ വിശ്വാസത്തെ പ്രതി ബലി ചെയ്യപ്പെട്ട രക്തസാക്ഷികൾ. Courage is witnessing to the truth, unwavering commitment to Christ. എന്ന് വെച്ചാൽ വ്യതിചലിക്കാതെ യേശുവിനുള്ള സമ്പൂർണ്ണ സമർപ്പണം. അത് മരണം വരെ, മരണം സംഭവിച്ചാൽ യേശുവിനെ കൈവിടുകയില്ല. അതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ അപ്പോസ്തലന്മാരുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഒരേ വിശ്വാസ ദീപം പകർന്നു കൊടുക്കാൻ വേണ്ടി യേശു പറഞ്ഞ് അയക്കുകയാണ്. അതുപോലെ കാലാകാലങ്ങളിൽ സഭയിലെ വിശ്വാസം പകർന്നു കൊടുത്ത നിരവധി ആളുകളുണ്ട്. ഇന്ന് വിശ്വാസ പരിഷത്തിൽ എല്ലായിടങ്ങളിലും പ്രവർത്തിക്കുന്ന വേദപാഠാധ്യാപകരുണ്ട്, സമർപ്പിതരായിട്ടുള്ള വ്യക്തികളുണ്ട്. എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുക. ഒരു വലിയൊരു ദൗത്യമാണ് യേശുവിനെ
കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന വലിയ ദൗത്യമാണ് വേദപാഠാധ്യാപകര് വേദപാഠ പരിശീലകർ ചെയ്യുന്നത്. ഇത് വലിയൊരു ദൗത്യമാണ്. അതിനോട് സഹകരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നന്നായിട്ട് പഠിച്ചു, തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു, ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകളിൽ ഇരുന്നു, പ്രായോഗികമായിട്ട് വിശുദ്ധ ബലി ഭക്തിയോടുകൂടി സംബന്ധിച്ചു. വിശുദ്ധ കുർബാന ഭക്തിയോടുകൂടി യേശുവിന്റെ ശരീരരക്തങ്ങളാണെന്നുള്ള ചിന്തയോടുകൂടി ക്രിസ്ത്യൻ പറയുന്നത് പോലെ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചും യേശുവിനെ നന്ദി പറഞ്ഞും അങ്ങനെ നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താം. യേശു നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്ത്യന്റെ മാധ്യസ്ഥ നമ്മുടെ കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.